വിഴിഞ്ഞം കേരളത്തിന്റെ വികസനത്തിന് വലിയ കുതിപ്പേകുന്നതാണ്. കൂടുതൽ സൗകര്യങ്ങൾ തന്നെ ഞങ്ങളെ വീർപ്പ് മുട്ടിക്കണം പ്ലീസ്. പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്സ്മാൻഷിപ്പിന്റെ വിജയമാണ്. ഇവിടെ ഈ വികസന പ്രവർത്തനം തന്നെ അട്ടിമറിക്കാനും അവസാനിപ്പിക്കാനും എന്തെല്ലാം നീക്കം നടത്തുന്നു. ഇത് ഇടതു സർക്കാരിന്റെ ഒരു ഭരണ നേട്ടമായിട്ടാണോ CPM വിലയിരുത്തുന്നത്? ഞങ്ങൾ തുടങ്ങിയതല്ലേ ഇത്? ഞങ്ങൾ തുടങ്ങിയ ഒരു ഘട്ടത്തിൽ എത്തിയതാണ്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ അതിനുശേഷം അദാനിക്ക് ഇവര് കൊണ്ട് കൊടുത്തതാണ്. ഇത് ഗവൺമെന്റിന് തന്നെയാവുമായിരുന്നു. അങ്ങനെയായിരുന്നു പരിപാടി. കാണും ഇങ്ങനെ ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. അന്നത്തെ ഉദ്ഘാടനം ബഹിഷ്കരിച്ചവരാണിവർ. ഇന്ന് നാണമില്ലാതെ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞം പദ്ധതിക്കിടേണ്ടതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടിയുടെ പേര് ഇതിന് നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില അവകാശവാദങ്ങൾ വരുന്നുണ്ട്. അതിനെങ്ങനെ കാണും? അതെല്ലാം വെറും അവകാശവാദം. നിങ്ങൾ പറഞ്ഞ പോലെ വെറും അവകാശവാദം മാത്രമാണ്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അവകാശവാദം CPM ഉന്നയിക്കുന്ന വെറുതെയാണ്. ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ്. അദ്ദേഹത്തിനാണ് ഇതിന്റെ ക്രെഡിറ്റ്. സജീവപ്പെടുത്തിയത് ഉറപ്പിക്കാമോ? കൊഞ്ചം അങ്കപ്പാറുക്കണ്ണ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരള ജനതയെ ഒന്നടങ്കം കൊള്ളയടിച്ച് അദാനിക്ക് വിഴിഞ്ഞം തീരെഴുതി നൽകുകയാണ്. ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. അതിനാരാ തനിക്ക് ലൈസൻസ് തന്നത്? ഒരാൾക്കെങ്കിലും ജോലി കൊടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ? ഇതിന്റെ സൂത്രധാരന്മാരായ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും ഞാൻ ശക്തിയായി ആവശ്യപ്പെടുകയാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഉമ്മൻചാണ്ടിയുടെ പേര് നൽകേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇതിന്റെ ക്രെഡിറ്റ് വേറെ ആർക്കും അവകാശപ്പെടാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നില്ലെങ്കിൽ ലോഹ്യത്തിൽ കൂടി ആ തിരക്കഥ തട്ടിയെടുക്കണം. കേരളത്തിലല്ലായിരുന്നെങ്കിൽ ഒരു 25 കൊല്ലം മുമ്പ് യാഥാർത്ഥ്യമായിരുന്നു.